ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുകളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുകളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തഃഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഃഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്നും മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് വായിച്ച് കേട്ട വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. വചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. മർക്കോസ് 3:20. അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ യേശു ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഈ ഭവനം കഫർനാമിലാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കഫർനാമിലാണ് ഈ ഭവനമെങ്കിൽ ഈ ഭവനം ആരുടെ ആയിരിക്കും? പത്രോസിൻ്റെ ഭവനമാണ്. കാരണം യേശു കഫർനാമിൽ പോയപ്പോഴൊക്കെ പത്രോസിൻ്റെ ഭവനത്തിലാണ് പോകുന്നത്. പത്രോസിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ആ വീട്ടിലേക്കാണ് ഈശോ പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പത്രോസിൻ്റെ ഭവനത്തിലാണ് ഈ ഉപമ കർത്താവ് പറയുന്നത്. ഇപ്പോഴുള്ളവരെ, വചനം ഇങ്ങനെ പറയുന്നത്, യേശു ഭവനത്തിൽ പ്രവേശിച്ചു, ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചേ. സ്വാഭാവികമായിട്ടും യേശു ഒരു വീട്ടിലേക്ക് കടക്കുമ്പോഴും യേശു ഒരു ജനക്കൂട്ടത്തെ കാണുമ്പോഴും എന്തായിരിക്കാം യേശു ആദ്യം ചെയ്യുന്നത്? എന്തായിരിക്കാം? വചനം പറയും, അല്ലേ? വചനം, വേറൊന്നുമല്ല, വചനം പറയും. അല്ലേ? നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. എത്രയോ സുവിശേഷങ്ങൾ നോക്കിയാണ്. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ബാക്കി നിങ്ങൾക്ക് ഒരു ഹോംവർക്കാണ്. നിങ്ങൾ കണ്ടെത്തിക്കണം ബാക്കി എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വചനം പറയുന്നുണ്ട്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. കണ്ടോ? അപ്പോൾ യേശു ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും യേശു ഒരു ജനക്കൂട്ടത്തെ കാണുമ്പോഴും ഈശോ ചെയ്യുന്നത് വചനം പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്ഭുതങ്ങൾ. മറ്റൊരു സുവിശേഷം പറയുന്നുണ്ട്, അതായത് രോഗസൗഖ്യം ആവശ്യമായിരുന്നവർക്ക് അവൻ സൗഖ്യം കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ യേശു അതാ ചെയ്യുന്നത്. അല്ലാതെ ജനങ്ങളെ കാണുമ്പോൾ അവരോട് ചുമ്മാ ഇങ്ങനെ വിശേഷം ചോദിക്കുകയല്ല. ജനങ്ങളെ കാണുമ്പോൾ വന്നിട്ട് അവരുടെ കഥയില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയല്ല. നമ്മളാണ് അതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മളാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ ഒരു കഥയില്ലെങ്കിൽ ചുമ്മാ അങ്ങ് വർത്തമാനം പറയും. പക്ഷേ ഈശോ എന്താ ചെയ്യുന്നത്? ഒരു വീട്ടിലേക്ക് ഈശോ കടക്കുമ്പോൾ വീട്ടിലേക്ക് കടന്നു നിന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. ഈശോ ഒരു വീട്ടിൽ കടന്നാൽ, ജനങ്ങളെ കണ്ടാൽ അവൻ ആദ്യം പറയുന്നത് വചനമാണ്. അവൻ ആദ്യം പറയുന്നത് സ്വർഗരാജ്യത്തെ പറ്റിയാ. അവൻ ആദ്യം പറയുന്നത് മാനസാന്തരപ്പെടാനാ. മനസ്സിലായോ? മാനസാന്തരപ്പെട്ട് ഫലങ്ങൾ പ്രാപിക്കാനാണ് ഈശോ പഠിപ്പിക്കുന്നത്. ദൈവത്തെ പറ്റിയാണ്, തൻ്റെ പിതാവായ ദൈവത്തെ പറ്റിയാണ് ഈശോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, വചനമാണ് ഈശോ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ഒരു വീട്ടിൽ കടന്നാൽ അവിടെ വചനം നിറയും. അങ്ങനെയാണെങ്കിൽ ഈശോ എൻ്റെ വീട്ടിൽ വന്നാലോ?
എന്തായിരിക്കും സംഭവിക്കുന്നത്? എൻ്റെ വീട്ടിൽ വചനം നിറയും, എൻ്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങൾ സംഭവിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഭവനങ്ങളെ യേശു കടന്നു വരാൻ തക്കവണ്ണം ഒരുക്കണം. മനസ്സിലായോ? എൻ്റെ ഭവനം ഈശോയ്ക്ക് വേണ്ടിയില്ല. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പം ഒരു വികാരി വെച്ചാൽ നിങ്ങളുടെ വീട് ബ്ലസ് ചെയ്യാൻ വരുന്നു, കൂദാശ ചെയ്യാൻ വരുന്നു. നിങ്ങളുടെ വീട് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നോ ആ കോലത്തിൽ വെക്കുമോ? ഇല്ല. നിങ്ങൾ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി തുടച്ച് വേണം, പറ്റുമെങ്കിൽ തറയൊക്കെ ഒന്ന് കഴുകി, ഇല്ലേ, ബെഡ്ഷീറ്റ് പുതിയ ഷീറ്റൊക്കെ വിരിച്ച്, ഇല്ലേ, ഫ്രണ്ടൊക്കെ ഇല്ല പ്രാർത്ഥനാ പീഠമൊക്കെ ഒരുക്കി മുറികളെല്ലാം നിങ്ങളൊന്ന് ഒരുക്കും, ഇല്ലേ? അല്ലാതെ ഇപ്പോൾ ഇരിക്കുന്ന കോലത്തിൽ തന്നെ നിങ്ങളുടെ വികാരിച്ചനെ ക്ഷണിക്കുമോ വീട് കൂദാശ ചെയ്യാൻ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈശോ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം എൻ്റെ ഭവനത്തെ ഒരുക്കണം. എൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം എൻ്റെ ഒരു ഭവനമാണ്. എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ എന്തുമാത്രം പരിശുദ്ധിയിൽ സൂക്ഷിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെയൊക്കെ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലേ, വീടുകളിലൊക്കെ നമ്മൾ കട്ടളപ്പടിയിലൊക്കെ ഒരു സ്റ്റിക്കർ, ചില വീടുകളിൽ കണ്ടു സ്റ്റിക്കറുണ്ട്. എന്താണ്? യേശു ഈ വീടിൻ്റെ നാഥൻ, ഇല്ലേ? അപ്പോൾ യേശു ഈ വീടിൻ്റെ നാഥനെന്ന് പറയുമ്പോൾ ആ നാഥൻ എവിടെ ഉണ്ട്? ആ വീട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നാഥനായ യേശു എൻ്റെ വീട്ടിൽ വസിക്കുമ്പോൾ ഈ യേശുവിന് ചേരുന്ന സംസാരമാണോ എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത്? യേശുവിന് ചേരുന്ന പ്രവൃത്തിയാണോ എൻ്റെ വീട്ടിൽ നടക്കുന്നത്? യേശു കാണുന്ന കാഴ്ചയാണോ എൻ്റെ വീട്ടിൽ സംഭവിക്കേണ്ടത്? യേശു ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണോ എൻ്റെ വീട്ടിൽ കാണുന്നത്? സ്റ്റിക്കർ മാത്രമേ ഉള്ളോ? യേശു ഈ വീടിൻ്റെ നാഥൻ സ്റ്റിക്കർ മാത്രമേ ഉള്ളോ? അതോ ആ യേശുവിൻ്റെ സ്വഭാവം എൻ്റെ വീട്ടിലുണ്ടോ? നമ്മളത് ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. അത് എൻ്റെ ജീവിതമാണെങ്കിലും ഞാൻ താമസിക്കുന്ന എൻ്റെ പള്ളിമുറി, ഞാൻ താമസിക്കുന്ന എൻ്റെ മുറി, അത് യേശുവിന് ചേരുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം എൻ്റെ മുറിക്കകത്തുണ്ടോ? അതായത് എൻ്റെ പ്രവൃത്തിയിലുണ്ടോ? മനസ്സിലായോ? അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് യേശു എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ വീട് ദൈവവചനം കൊണ്ട് നിറയും. ദൈവവചനം കൊണ്ട് നിറയുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യും? ദൈവവചനത്തിൻ്റെ എല്ലാ അത്ഭുതങ്ങളും നന്മകളും എൻ്റെ ഭവനത്തിൽ സംഭവിക്കും. നമ്മൾ ശ്രദ്ധിച്ചേ, യേശു കാനായിലെ കല്യാണ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? കണ്ണുനീരിൻ്റെ ആ നിമിഷമാണ് ആ ഭവനത്തിലുണ്ടായിരുന്നത്. പക്ഷേ കണ്ണുനീരിൻ്റെ ആ നിമിഷത്തെ ഈശോ കടന്നു ചെന്നത് വഴി സന്തോഷത്തിൻ്റെ ഒരു അനുഭവം അവിടെ ഉണ്ടാവുകയാണ്. ഈശോ പത്രോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താ സംഭവിച്ചത്? പത്രോസിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന ഈശോ പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് രോഗസൗഖ്യം കൊടുക്കുകയാണ്. ഈശോ ചുങ്കക്കാരനായ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താ സംഭവിച്ചത്? ചുങ്കക്കാരനായ സക്കേവൂസ് രക്ഷയിലേക്കും ദൈവാനുഭവത്തിലേക്കും വളരുകയാണ്. ഈശോ ജായേറോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജായേറോസിനെ മരിച്ചുപോയ 12 വയസ്സുള്ള മകള് ജീവൻ പ്രാപിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട കഫർനാമിലെ ഭവനത്തിലേക്ക് ഈശോ കടന്നു നിന്നപ്പോൾ എന്താ സംഭവിച്ചത്? കഫർനാമിലെ ഭവനത്തിൽ ഈശോ കടന്നു നിന്ന സമയത്താണ് കിടക്കയിൽ ഒരു തളർവാദ രോഗിയെ 4 പേർ ചേർന്ന് ഇറക്കുന്ന ഒരു രംഗമുള്ളത്. അവിടെ ആ തളർവാദ രോഗി സുഖം പ്രാപിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ഒരു ഭവനത്തിലേക്ക് ചെന്നാൽ അവിടെ ഉറപ്പായിട്ടും ദൈവവചനം നിറയും, അത്ഭുതം സംഭവിക്കും. പക്ഷെ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ഭവനത്തെ ഈശോ കടന്നു ചെല്ലാൻ വേണ്ടി തക്കവണ്ണം ഒരുക്കണം. എൻ്റെ ഹൃദയത്തെ ഞാൻ അതിനുവേണ്ടി ഒരുക്കണം. എൻ്റെ ജീവിതത്തെ ഞാൻ അതിനുവേണ്ടി ഒരുക്കണം. വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം, എൻ്റെ ജീവിതം യേശുവിന് ചേരാത്ത തരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഈശോ വസിക്കില്ല, ഈശോ പ്രവേശിക്കില്ല. യോഹന്നസ്ലീഹയുടെ സുവിശേഷത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സംഭവത്തിലുണ്ട്. അവിടെ യൂദാസ്, കർത്താവിനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണേ, വിശുദ്ധ കുർബാന സ്ഥാപിച്ചവൻ്റെ കയ്യിൽ നിന്ന് തന്നെ വിശുദ്ധ കുർബാന ലോകത്തിൽ ആദ്യമായിട്ട് യൂദാസ് സ്വീകരിച്ചപ്പോൾ വചനം എഴുതി വെക്കുന്നുണ്ട്, അവൻ്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു. കാരണം യൂദാസ് ചിന്തിച്ചത് ഒരിക്കലും കർത്താവിനെ അല്ല, യൂദാസ് തിരിച്ചറിഞ്ഞത് ഒരിക്കലും അവൻ്റെ തിരുശരീര രക്തത്തെയല്ല, പിന്നെയോ യൂദാസ് കണ്ടത് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന വഴി ലഭിക്കുന്ന 30 വെള്ളി നാണയത്തിന്റെ കിലുക്കമാ, തെളിച്ചമാ, അതിന്റെ ഒരു ഭംഗിയാ.
യേശുവിനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാം, ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് യൂദാസ് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞേ. അതാ പറയുന്നത്, ഞാൻ ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ എൻ്റെ പൊന്നുമക്കളെ എന്തുമാത്രം ഒരുക്കം എനിക്കുണ്ട്, എന്തുമാത്രം ഒരുക്കം എനിക്കുണ്ട്. ഒരുക്കം ഇല്ലെങ്കിൽ ഈ തമ്പുരാൻ വസിക്കില്ല, ദൈവവചനത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കില്ല. അത് നമ്മളെപ്പോഴും തിരിച്ചറിയണം. നമ്മൾ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയും, അതായത് രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഒരിക്കലും തള്ളിക്കളയരുത്. നമ്മൾ ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു ചിന്തയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും സംഭവിക്കുന്നുണ്ട്, അതിനെ ഒരിക്കലും തള്ളിക്കളയരുത്. ഇവിടെ മർക്കോസ് 3:21 എന്താ കാണുന്നത്? അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടു, കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഇല്ലേ? അതിനുശേഷം പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും, ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസബൂൽ ആവേശിച്ചിരിക്കുന്നു, പിശാചുകളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുകളെ പുറത്താക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു മനോഹരമായ ഒരു പ്രവൃത്തി അവിടെ സംഭവിക്കുക. പക്ഷെ അതിനെ കണ്ടിട്ടും അതിനെ പരസ്യമായിട്ട് തള്ളിക്കളയുക. മനസ്സിലായോ? ദൈവം തന്നെ പ്രസംഗിക്കുമ്പോൾ അതിനെ തള്ളിക്കളയുക. എൻ്റെ പ്രിയമുള്ളവരെ, എന്തൊരു വലിയ അപകടമാണെന്നേ, എന്ത് വലിയ അപകടം ഇവിടെ സംഭവിക്കുന്നേ. നമ്മുടെയൊക്കെ മുമ്പിൽ എന്തുമാത്രം ദൈവിക പ്രവർത്തികൾ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമല്ല എൻ്റെ പൊന്നുമക്കളെ, വിശുദ്ധ കുർബാന. ആ അൾത്താരയിൽ ഒരുക്കിയിരിക്കുന്ന ആ അപ്പവും വീഞ്ഞും, അത് ഒരു വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് യേശുവിൻ്റെ ശരീരമാകുന്നു, യേശുവിൻ്റെ രക്തമാകുന്നു. നമ്മുടെ ഒരു അത്ഭുതം നടക്കുകയല്ലേ, ഒരു ദൈവിക പ്രവൃത്തി നടക്കുകയല്ലേ. മനസ്സിലായോ? പക്ഷേ നമ്മൾ അതിനെ ഒന്ന് തള്ളിക്കളയരുത്. അതാണ് ഈശോ പറയുന്നത്. ഇവിടെ ആദ്യം സ്വന്തക്കാരാണ് എന്ത് ചെയ്യുന്നത്? യേശുവിനെ പിടിച്ചുകൊണ്ടു പോകാൻ വരുന്നത്, ഇല്ലേ? സ്വന്തക്കാർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വന്തക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം യേശുവിൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു 30, 31, 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാതെ, കുടുംബം നോക്കാതെ, സ്വന്തം വീട്ടിൽ പോകാതെ നാട് മുഴുവൻ ഇങ്ങനെ അലഞ്ഞു നടന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ആ മനുഷ്യനെ സുബോധം ഇല്ലാത്തവനാണെന്ന് ജനം വിലയിരുത്തും. അപ്പോൾ സുബോധം ഇല്ലാത്തവൻ അല്ലെ ഭ്രാന്തൻ എന്നൊക്കെ പറയുമ്പോൾ അത് പിശാചു ബാധയുടെ ഒരു അടയാളമായിട്ട് ഇതിനെ മാറ്റും. മനസ്സിലായോ? സുബോധമില്ലാത്ത അവസ്ഥകളെല്ലാം അല്ലെ ഭ്രാന്ത് പിടിച്ച അവസ്ഥകളെല്ലാം പിശാചു ബാധ കാരണമാണ് എന്നൊരു വിശ്വാസം യേശുവിൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതാണ് ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ ഇങ്ങനെ പറയുന്നത്, എന്താ, ഇവൻ പിശാചുകളെ കൊണ്ടാണ്, ബേൽസബൂലിനെ കൊണ്ടാണ് ഇവൻ പിശാചുകളെ പുറത്താക്കുന്നത്, ഇല്ലേ? കാരണം ഇവനിൽ പിശാചുണ്ടെന്നാണ്. പക്ഷേ ഈ സ്വന്തക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല. കാരണം അവർ യേശുവിൻ്റെ നല്ല കാര്യത്തിൽ, യേശുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. കാരണം പല ദിക്കിൽ നിന്ന് കേൾക്കുവാന്നേ, പലയിടത്തുനിന്ന് കേൾക്കുക, ഇവന് ഭ്രാന്താണ്, ഇവൻ പാപികളോടെ ജീവിക്കുന്നു, ഇവൻ പിശാച് ബാധയുണ്ട്, ഇവന് സുബോധമില്ല. പല ദിക്കുകളിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തക്കാർക്ക് ഒരു വേദന ഉണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ യേശുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നു. മനസ്സിലായോ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നേരം ഈശോ ഒരു വാക്കുപോലും പറയുന്നില്ല. ഈശോ ഒരു വീട്ടിൽ കടന്നു, വചനം പറഞ്ഞു. വചനം പറയുമ്പോഴാണ് സ്വന്തക്കാർ വരുന്നത്. സ്വന്തക്കാർ ഇവനെ പിടിച്ചുകൊണ്ട് പോകാൻ വരുമ്പോഴും ഈശോ അതിന് മറുത്തൊരു വാക്കും പറയുന്നില്ല. മനസ്സിലായോ? ഒന്നും പറയുന്നില്ല. പക്ഷേ ഈശോ മറുത്ത് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? അത് നിയമജ്ഞർ വന്നിട്ട്, ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ വന്നിട്ട് ഇവനെ ബേൽസബൂൽ ആവേശിച്ചിരിക്കുന്നു, പിശാചുകളുടെ തലവനെ കൊണ്ടാണ് ഇവൻ പിശാചുകളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈശോ ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സ്വന്തക്കാർ വന്നപ്പോൾ ഈശോയ്ക്ക് ഇത് പറഞ്ഞാൽ പോരെ? പക്ഷേ ഈശോ അത് പറയുന്നില്ല. ഈശോ പറയുന്നത് എപ്പോഴാണ്? നിയമജ്ഞർ വന്നപ്പോൾ. അതായത് ഇതിനെപ്പറ്റി ഏറ്റവും നല്ലവണ്ണം നല്ല അറിവുള്ളവർ, മനസ്സിലായോ? ഇത് മുമ്പിൽ നിൽക്കുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയാൻ തക്കവണ്ണം അറിവുള്ളവർ അത് പറയാതെ മനഃപൂർവ്വം ആ അറിവിനെ തള്ളിക്കളഞ്ഞപ്പോഴാണ് ഈശോ എന്ത് ചെയ്യുന്നത്? ഈശോ ഇതിനെ ഉപമ പറഞ്ഞുകൊണ്ട് ഈ നിയമജ്ഞരുടെ ഈ ആർഗ്യുമെൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്നത്.
അതായത് ഒറ്റ വാക്കിൽ എൻ്റെ പൊന്മക്കളെ, ദൈവം തന്നെയാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധം ഈ നിയമജ്ഞർക്കുണ്ട്. കാരണം അവർക്ക് നിയമം അറിയുന്നവരാണ്, അവർക്ക് ദൈവകൽപ്പന അറിയുന്നവരാണ്, അവർക്ക് ഈ പഴയ നിയമം കാണാതെ എല്ലാം അറിവുള്ളവരാണ്. ഇതറിവുള്ളവർക്ക് മനസ്സിലായോ? ഇതറിയാം. അവർക്ക് യേശുവിനെ കണ്ടാൽ ഇത് ദൈവപുത്രനാണെന്ന് അറിയാനുള്ള ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, വിവരമുണ്ട്. പക്ഷേ അവരത് മനഃപൂർവ്വം അതിനെ തള്ളിക്കളയുക. അപ്പോഴാണ് ഈശോ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത്. മനസ്സിലായി? എൻ്റെ ഉള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ അറിവുണ്ട്, ഈശോയെപ്പറ്റി നമുക്ക് അറിവുണ്ട്, വിശുദ്ധ കുർബാനയെപ്പറ്റി നമുക്ക് അറിവുണ്ട്, കൂദാശകളെപ്പറ്റി അറിവുണ്ട്. മനസ്സിലായോ? വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വീകരിച്ച വിവാഹ ജീവിതം അത് കൂദാശയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ അറിവുണ്ട്. അറിവില്ലെന്നൊരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിവുണ്ട്. ഇത് കൂദാശയാണെന്ന് നിങ്ങൾക്ക് അറിവില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദേവാലയത്തിൽ വന്ന് ഈ കൂദാശ സ്വീകരിക്കില്ലായിരുന്നു. മനസ്സിലായോ? വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ വിശുദ്ധ കുർബാന കാണാനോ നിങ്ങൾ പള്ളിയിൽ വരില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിവുണ്ട്, ഈശോയെപ്പറ്റി അറിവുണ്ട് നിങ്ങൾക്ക്, ഇല്ലേ? പക്ഷേ ഈ അറിവ് അത് ജീവിതത്തിൽ പാലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? എനിക്ക് യേശുവിനെ പറ്റി അറിവുണ്ട്, പക്ഷേ യേശു ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അത് ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? മനസ്സിലായോ? അതാണ് ഇവിടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈശോ അതാണ് എൻ്റെ പ്രിയമുള്ളവരെ ആഗ്രഹിക്കുന്നത്. അത് ഇല്ലാതെ വരുമ്പോഴാണ് ഈശോ എന്ത് പറഞ്ഞത്? മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അപ്പോൾ യേശുവിനെ പറ്റി അറിവുണ്ടായിരിക്കെ, യേശുവിലൂടെ ലഭിച്ച ഈ രക്ഷ, ആ രക്ഷയെപ്പറ്റി അറിവുണ്ടായിരിക്കെ, അത് എനിക്ക് വേണ്ട എന്ന രീതിയിൽ ഞാൻ ജീവിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. ഈ നിയമജ്ഞർക്ക് സംഭവിച്ചത് അതാ. നിയമജ്ഞർക്ക് എന്താ സംഭവിച്ചത്? നിയമജ്ഞർക്ക് അറിയാം, ഇത് അവരൊന്ന് മനസ്സ് വെച്ചാൽ അവർക്ക് അറിയാൻ പറ്റും ഇത് ദൈവം തന്നെയാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ അവർ മനസ്സ് വെക്കുന്നില്ല. അവർ എന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയെ പിശാചിൻ്റെ പ്രവൃത്തിയുമായിട്ട് അവർ കമ്പയർ ചെയ്തു. പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈശോ പറഞ്ഞത് ഇത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്, ഇത് ക്ഷമിക്കപ്പെടില്ല. നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് വെച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിനെ പറ്റി അറിയാം, യേശു ദൈവപുത്രനാണെന്നറിയാം, യേശുവിനെ പറ്റി ഏറ്റവും കാര്യങ്ങൾ നമുക്കറിയാം. യേശുവിലൂടെ ലഭിച്ച രക്ഷയെ പറ്റിയുള്ള വിവരം എനിക്കുണ്ട്, അറിവ് എനിക്കുണ്ട്, എല്ലാം എനിക്കറിയാം. പക്ഷേ യേശുവിലൂടെ ലഭിച്ച ഈ രക്ഷ എനിക്ക് വേണ്ട. മനസ്സിലായോ? വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന നന്മ എനിക്ക് വേണ്ട. കുംഭസാരത്തിലൂടെ ലഭിക്കുന്ന പാപമോചനം എനിക്ക് വേണ്ട. രോഗിലേപനത്തിലൂടെ കിട്ടുന്ന ഒരു ആശ്വാസവും സൗഖ്യവും പാപമോചനവും സ്വർഗ സൗഭാഗ്യവും എനിക്ക് വേണ്ട. മനസ്സിലായോ? കൂദാശ ജീവിതത്തിലൂടെ കിട്ടുന്ന ദൈവിക നന്മ എനിക്ക് വേണ്ട. ഇതെല്ലാം ദൈവിക നന്മയുണ്ടെന്നും കുംഭസാരത്തിലൂടെ പാപമോചനം കിട്ടുമെന്നും വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ഉണ്ടെന്ന്, യേശുവിൻ്റെ ശരീരമാണ് രക്തമാണെന്നും ഉള്ള ഒരു അറിവ് എനിക്കുണ്ട്. പക്ഷേ ആ അറിവിലൂടെയുള്ള നന്മ, ദൈവിക നന്മ എനിക്ക് വേണ്ട, രക്ഷ എനിക്ക് വേണ്ട. ഇങ്ങനെയുള്ള ചിന്ത വെച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ വന്നിട്ട് വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് എൻ്റെ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാൻ ഞാൻ മനസ്സ് വെക്കാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപത്തിൽ ജീവിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ വരുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ കുർബാനക്രമം കൈ പിടിച്ചാണ് ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ വേറെ അങ്ങോട്ട് ശ്രദ്ധ പോകില്ല, ആൾത്താരയിലേക്ക് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. അങ്ങനെ പൂർണ്ണ ശ്രദ്ധയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്ന ഞാൻ, വിശുദ്ധ കുർബാനയിലൂടെ ഈശോ എനിക്ക് തരുന്ന രക്ഷ എനിക്ക് മനഃപൂർവ്വം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കാതിരിക്കുക. അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. അതാണ് ഈശോ പറയുന്നത് ക്ഷമിക്കപ്പെടില്ല എന്നുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞ എൻ്റെ പ്രിയമുള്ളവരെ, രക്ഷ എനിക്ക് എൻ്റെ ഈശോ എൻ്റെ മുമ്പിലേക്ക് രക്ഷ നീട്ടിത്തരുമ്പോൾ ഞാനത് കാല് വെച്ച് തൊഴിച്ച് കളയുക, കാല് മടക്കി തൊഴിക്കുക, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്.
അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം, അതൊരിക്കലും ക്ഷമിക്കപ്പെടില്ല. ഞാൻ ഇതിങ്ങനെ എടുത്ത് പറയുന്നതിന് കാരണം എൻ്റെ പൊന്നു മക്കളെ, ഇത് നിങ്ങളുടെ ചങ്കിലേക്ക് കയറട്ടെ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഈ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഈശോ എൻ്റെ മുമ്പിലേക്ക് ഓരോ ദിവസവും എന്നെ രക്ഷയിലേക്ക് നയിക്കാനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുക. വിശുദ്ധ കുർബാനയിലൂടെ, കുമ്പസാരത്തിലൂടെ, കൂദാശയിലൂടെ, ബൈബിൾ വാക്കി വചനങ്ങളിലൂടെ, ബൈബിളിലൂടെ, ദൈവവചനത്തിലൂടെ, ദൈവസ്വരത്തിലൂടെ, സഭയിലൂടെ, ദേവാലയത്തിലൂടെ ഈശോ എൻ്റെ മുമ്പിൽ രക്ഷയിലേക്കുള്ള അനേക മാർഗങ്ങൾ തുറന്നിട്ടിരിക്കുക. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് വേണ്ടാന്ന് പറയുക, എനിക്ക് വേണ്ട. മനസ്സിലായോ? അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും താഴേക്ക് നമ്മൾ ഇങ്ങനെ ഈ വചനം വായിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തൊരു ചിന്ത എന്നറിയാമോ? അതായത് ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ട്, ഓർമ്മയുണ്ട്, ഇല്ലേ? അതോടൊപ്പം തന്നെ സാത്താൻ്റെ ഒരു രാജ്യമുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം കേട്ടോ. ദൈവരാജ്യമുണ്ട്, സാത്താൻ്റെ രാജ്യമുണ്ട്. ഇത് മനസ്സിലായോ? പലപ്പോഴും നമ്മൾ ഈ ദൈവരാജ്യത്തെ പറ്റി ഇങ്ങനെ ഓർത്ത് കിടക്കും. ഈ സാത്താൻ്റെ ഒരു രാജ്യമുണ്ട്, അതിനെപ്പറ്റി നമ്മൾ ഓർക്കില്ല. അത് ഓർക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും എൻ്റെ കുടുംബം സാത്താൻ്റെ രാജ്യത്തിനോട് ചേർന്ന് പോകുമ്പോൾ ഞാൻ തിരിച്ചറിയാത്തത്. മനസ്സിലായോ? അത് വചനം വെച്ച് പറഞ്ഞുതരാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ വായിച്ചത് തന്നെ. മർക്കോസ് 3, 24, 25, 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, അന്തഃഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഃഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനം ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് സാത്താനും ഒരു രാജ്യമുണ്ട് കേട്ടോ. അത് സത്യമാണ്, അത് നമ്മൾ തിരിച്ചറിയണം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ, ലൂക്ക 4, 5, 6 വാക്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കും. കേട്ടോ? അപ്പോൾ പിശാചിനൊരു രാജ്യമുണ്ട്, സാത്താൻ്റെ ഒരു രാജ്യമുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ സാത്താൻ്റെ രാജ്യം അതിൻ്റെ നേരെ കൗണ്ടർ പാർട്ട് എന്തായിരിക്കും? ദൈവരാജ്യം. മനസ്സിലായി? ദൈവരാജ്യം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാട്, ഞാനായിരിക്കുന്ന എൻ്റെ ചുറ്റുപാട്, എൻ്റെ ഭവനം, എൻ്റെ ജോലി സ്ഥാപനം, ഇപ്പം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ദേവാലയം, എൻ്റെ മുറി, മനസ്സിലായി? എൻ്റെ മുറി, എൻ്റെ ചുറ്റുപാട്, അത് ദൈവരാജ്യം ആണോ സാത്താൻ്റെ രാജ്യമാണോ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. മനസ്സിലായോ? അതാണ് ഞാൻ തുടക്കത്തിൽ ഈ വചന ശുശ്രൂഷ ആരംഭത്തിൽ എന്താ പറഞ്ഞത്? നമ്മൾ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെക്കും, ക്രിസ്തു ഈ വീടിൻ്റെ നാഥൻ. പക്ഷേ ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ജീവിതമാണോ എൻ്റെ ഭവനത്തിനകത്തുള്ളത്? എപ്പോഴും മദ്യപാനം, വഴക്ക്, ബഹളം. മനസ്സിലായോ? ഇവരുള്ളവരെ ഇന്ന് പലപ്പോഴും കുടുംബങ്ങൾ, ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് ഇന്ന് മദ്യപിക്കുന്ന ഒരു ഹീനമായ മാരകപാപം ഇന്ന് പല കുടുംബങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒരു കുറ്റബോധമില്ല. ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്നാണ് മദ്യപിക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന കോളേജ് കുട്ടികൾ, സ്കൂൾ കോളേജ് കുട്ടികളൊക്കെ, നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ യുവജനങ്ങളുടെയും കുട്ടികളുടെയൊക്കെ കുമ്പസാരം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. മനസ്സിലായി? വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ നല്ല മക്കളാണ്. പക്ഷേ ഒരു ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴൊക്കെ പലപ്പോഴും ഈ ഒരു ജീവിതമാണ്. ചില സമയങ്ങളിൽ മദ്യപിക്കുക, ചില സമയത്ത് പോർണോഗ്രഫി, മോശമായ സെക്ഷലായിട്ടുള്ള വീഡിയോസ് കാണുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് നീങ്ങിപ്പോവുക. മനസ്സിലായോ? അപ്പോൾ ജഡികമായ കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഒറ്റ വാക്കിൽ പറയും, ജഡികമായ ശരീരത്തിൻ്റെ സുഖം നോക്കി പോവുക. അതാണോ ഞാൻ ഇപ്പോഴും പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിലല്ല, സാത്താൻ്റെ രാജ്യത്തിലാണുള്ളത്. മനസ്സിലായോ? അതാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം, റോമർ 14:17 വചനം പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ പറയുന്നത്, കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുമുള്ള സന്തോഷവുമാണെന്നാണ് പറഞ്ഞേ.
കണ്ടോ? അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമല്ല, പാനീയമല്ല. അതായത് ഭക്ഷണം, പാനീയം എന്ന് വെച്ചാൽ അത് ജഡികമായ ആവശ്യങ്ങളുടെ ഒരു 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 പിന്നെ പ്രതിരൂപമാണ് അത് കാണിക്കുന്നത്. ജഡികമായ കാര്യങ്ങൾ, ശരീരത്തിൻ്റെ സുഖം കിട്ടുന്ന ജഡികമായ കാര്യങ്ങൾ. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് അതല്ല, അത് സാത്താൻ്റെ രാജ്യമാണ്. ജഡികമായ ആവശ്യങ്ങൾ, ശരീരത്തിൻ്റെ സുഖങ്ങൾ, മനസ്സിലായോ? ഈ ലോകത്തിലെ സുഖങ്ങൾ, അതൊക്കെ സാത്താൻ്റെ കാര്യങ്ങളാണ്, സാത്താൻ്റെ രാജ്യത്തിലുള്ളതാണ്. ദൈവരാജ്യം അതിന് നേരെ വിപരീതം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാനയിൽ മനോഹരമായ ഒരു പ്രാർത്ഥന ജനങ്ങളിങ്ങനെ പറയുന്നുണ്ട്. ഈ കുർബാന സ്നേഹം, സമാധാനം, ബലിയും സ്തോത്രവും ആകുന്നു. മനസ്സിലായോ? ഈ കുർബാന എന്താണ്? ഈ കുർബാന സ്നേഹമാണ്, ഈ കുർബാന സമാധാനമാണ്, ഈ കുർബാന ബലിയാണ്, ഈ കുർബാന സ്തോത്രമാണ്. അതാണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്. ഇത് എൻ്റെ ഭവനത്തിലുണ്ടോ? ഇത് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിലുണ്ടോ? ഇത് എൻ്റെ ജീവിതത്തിലുണ്ടോ? ഈ സമാധാനം, സ്തോത്രം, സ്നേഹം, ക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഇതില്ലെങ്കിൽ ഞാൻ ഒന്ന് ഓർത്തോണം, ഞാൻ ദൈവരാജ്യത്തിലല്ല, ഞാൻ സാത്താൻ്റെ രാജ്യത്തിലാണ് ഉള്ളത്. ഈ വചനം പറയുന്ന ഞാനും, ഒരു അച്ഛനായ ഞാനും, എന്നെ കേൾക്കുന്ന എൻ്റെ വൈദികരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, ഞാനും നിങ്ങളുമൊക്കെ, നമ്മളൊക്കെ അനേക മക്കളോട് ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി, ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോഴും നല്ല സുന്ദരമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിപ്പോഴും മാരക പാപത്തിൽ നിന്നുകൊണ്ടാണോ ഞാൻ ഈ ശുശ്രൂഷയൊക്കെ നടത്തുന്നത്? ശനിയാഴ്ച വരെ മാരക പാപത്തിൽ, ജഡിക പാപത്തിൽ ചെയ്തിട്ടാണോ ഞാൻ ഞായറാഴ്ച അൽത്താരയിൽ കയറി വിശുദ്ധ ബലി അർപ്പിക്കുന്നത്? ഞാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം അതാ, ഏറ്റവും വലിയ പാഠം അതാ. ജഡികമായ എല്ലാ സുഖങ്ങളുടെ പിന്നാലെ പോയിട്ടാണോ ഞാൻ ഈ അൽത്താരയിൽ ബലിയർപ്പിക്കുന്നത്? എൻ്റെ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിലല്ല, ഞാൻ സാത്താൻ്റെ രാജ്യത്തിലാണ്. അത് കുടുംബസ്ഥരായ നിങ്ങളുടെ ജീവിതത്തിലും. മനസ്സിലായോ? പള്ളിയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഭാര്യ, ഭർത്താവ്, മക്കളൊക്കെ നല്ല എന്നെ നല്ല സുന്ദരമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ്. അടിയും വഴക്കും ബഹളവും. ഭർത്താവിന് ഭാര്യയെ കണ്ടുകൂടാ, മക്കൾക്ക് മാതാപിതാക്കളെ കണ്ടുകൂടാ, ഇനി വീട്ടിലുള്ളവർക്ക് അയൽക്കാരെ കണ്ടുകൂടാ, അയൽക്കാർക്ക് തിരിച്ച് നിങ്ങളെ കണ്ടേ കൂടാ. മനസ്സിലായോ? നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ശുശ്രൂഷകളൊക്കെ ഇവിടെ അവസാനിപ്പിക്കാം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ വചനം പറയുന്നുണ്ട്, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അതായത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്നതും ഇന്നും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അവൻ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നതും. നമ്മളെ പാപത്തിൽ രക്ഷിക്കാനും വേറെ എങ്ങോട്ടാ? സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയാ. അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് പ്രകാശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. മനസ്സിലായോ? അതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 2782 ഖണ്ഡിക ഇങ്ങനെ പറയുന്നുണ്ട്, തൻ്റെ ഏകപുത്രനിൽ നമ്മെ സ്വന്തം മക്കളായി ദത്തെടുത്തതിലൂടെ തൻ്റെ ജീവനിലേക്ക് പുനർജനിക്കാൻ അവസരമുണ്ടാക്കിയതിന് നമുക്ക് പിതാവിനെ ആരാധിക്കാം. ജ്ഞാനസ്നാനത്തിലൂടെ അവിടുന്ന് നമ്മെ തൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് കൂട്ടിച്ചേർക്കുന്നു. ശിരസിൽ നിന്ന് മറ്റ് അവയവങ്ങളിലേക്ക് ഒഴുകുന്ന തൻ്റെ ആത്മാവിൻ്റെ ലേപനത്താൽ അവിടുന്ന് നമ്മെ ക്രിസ്തുമാരാക്കുന്നു. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അവസാനത്തെ ഞാൻ എടുത്തു പറയാം. അതായത് എന്തിനാ ഈശോ എന്താ ആഗ്രഹിക്കുന്നത്? നമ്മളെ ആഗ്രഹിക്കുന്നത് ക്രിസ്തുമാരാക്കാൻ വേണ്ടിയാ, മറ്റൊരു ക്രിസ്തുവാക്കാൻ വേണ്ടിയാ. മനസ്സിലായോ? മറ്റൊരു ക്രിസ്തുവാക്കാൻ. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. സഭ അതാണ് പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, മറ്റൊരു ക്രിസ്തുവായി നമ്മൾ മാറണം. മനസ്സിലായോ? 1 യോഹന്നാൻ 2:6 വചനം പറയുന്നുണ്ട്, അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അതായത് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുമ്പോഴും ഞാൻ ക്രിസ്തുവായി മാറുന്നുണ്ടോ? ക്രിസ്തുവായി മാറുന്നത് എപ്പോഴാ? ഞാൻ ക്രിസ്തു നടന്ന വഴിയിലൂടെ നടക്കുമ്പോഴാ. ക്രിസ്തു കാണിച്ചു തന്ന ജീവിതം ഞാൻ പാലിക്കുമ്പോഴാ. ക്രിസ്തു ഒരാളെ കണ്ടതുപോലെ ഞാൻ കാണുമ്പോഴാ. അപ്പോഴാണ് ഞാൻ മറ്റൊരു ക്രിസ്തുവായി മാറുന്നത്. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം.
ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവായി തീരുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് നമ്മളെ സുവിശേഷം പഠിപ്പിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ വിചാരത്തിലും നമ്മുടെ സ്പർശനത്തിലുമൊക്കെ ക്രിസ്തുവിന് നിരക്കാത്തതല്ല, ക്രിസ്തു ആഗ്രഹിക്കുന്നത് സംഭവിക്കണം. നമുക്കതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ.